വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ PSCയുടെ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങൾ ഉദ്യോഗാർത്ഥികളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ്. എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ബാക്കിൽ സ്ക്രീനിൽ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്താണ് യോഗ്യത ഇല്ലാതെ അപേക്ഷിച്ചാൽ കർശന നടപടി. അപ്പോൾ നമുക്ക് തോന്നും നമ്മളെല്ലാം യോഗ്യത വെച്ചുകൊണ്ടല്ലേ സാധാരണ PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് മതി, ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് DCA ഉള്ളവർ എന്ത് ചെയ്യാറുണ്ട്, ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാമിന് എന്ത് ചെയ്യും, ഇക്വലൻസി വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അതായത് ഹയർ ഓർ ഇക്വലൻ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യും. അതുപോലെ തത്തുല്യമായ പല സന്ദർഭങ്ങളിൽ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ്. കാരണം അത് DCA എന്ന് പറയുന്ന ടൈപ്പിന് യോഗ്യതയല്ല. അതുപോലെ സമാനമായ കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ കുറച്ച് GO നമ്പറും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. PSC വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തസ്തികകളിൽ നിശ്ചിത യോഗ്യതയോ സമാന യോഗ്യതയോ ഇല്ലാതെ തത്തുല്യ ഉയർന്ന യോഗ്യത, കാരണം തത്തുല്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി എന്നാണ് പറയുന്നത്. വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകൾക്ക് പുറമെ സമാന യോഗ്യതയുള്ളവർക്കും തത്തുല്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ നൽകാൻ അവസരം നൽകുന്നുണ്ട്. നിലവിൽ അതങ്ങനെയുണ്ട്. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്ത് അപേക്ഷ നൽകാൻ അയോഗ്യരായവരും സമാന യോഗ്യത നേടിയിട്ടില്ലാത്തവരും അപേക്ഷ നൽകുന്നതായി കൺഫർമേഷൻ നൽകുന്നതായും PSCയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ നടപടി. വിവിധ തസ്തികകളിൽ നിശ്ചയിച്ചിരിക്കുന്ന തത്തുല്യ ഉയർന്ന യോഗ്യത സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ വിജ്ഞാപനത്തോടൊപ്പം പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്യാതിരിക്കുക എന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് GOയും കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം താങ്ക് യു.